Hi, I am Rogers Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2025 അക്കാഡമിക് ഇയറിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ എഞ്ചിനീയറിംഗ് സെക്ടറിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളായ IITകൾ, IITs, NITs, IISTയുടെ ക്യാമ്പസുകൾ ഇങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ബിടെക് സ്ട്രീമുകളിലേക്ക് ഇതിനോടൊപ്പം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന GIFTs, ഗവൺമെൻറ് ഫണ്ടഡ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിലേക്കെല്ലാം അഡ്മിഷൻ ലഭിക്കാനുള്ള JEE എക്സാമിനേഷന് സെക്കൻഡ് ഫേസിന് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നു. നമുക്കറിയാം JEE എക്സാമിനേഷൻ എന്ന് പറയുന്നത് തന്നെ രണ്ട് എക്സാമാണ്, JEE മെയിൻസും JEE അഡ്വാൻസും. JEE മെയിൻസ് എക്സാമിനേഷൻ രണ്ട് ഫേസ് ഉണ്ട്, ഫേസ് 1ഉം ഫേസ് 2ഉം. ഈ രണ്ട് പരീക്ഷയിൽ നമുക്ക് ഉയർന്ന സ്കോർ ഏത് പരീക്ഷയ്ക്കാണോ ലഭിക്കുക, ഏത് ഫേസിലാണോ ലഭിക്കുക, അതായിരിക്കും റാങ്കിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ ജനുവരിയിൽ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ ആണ്. ഈ സെക്കൻഡ് ഫേസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് jemain.nda.nic.in. ഈ സൈറ്റിലൂടെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് ഫേസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് രണ്ട് പരീക്ഷയ്ക്കും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. JEE ഫസ്റ്റ് ഫേസിന് മാത്രം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു, സെക്കൻഡ് ഫേസിന് ഞാൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നാം മുമ്പ് രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്ക് ലഭിച്ച രജിസ്ട്രേഷൻ നമ്പർ വെച്ചിട്ട് സെക്കൻഡ് ഫേസിന് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് ഫെബ്രുവരി 6 മുതൽ ഫെബ്രുവരി 25 മുമ്പായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഫേസ് സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആ റോൾ നമ്പർ മാത്രം മതി. അതിനുശേഷം ഈ സൈറ്റിലേക്ക് എൻ്റർ ആയതിനു ശേഷം ഫേസ് 2വിൽ ഏത് പേപ്പറാണ് എക്സാം എഴുതുന്നത്, ഏത് പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പേപ്പർ 1 എന്ന് പറയുന്നത് ബിടെക് സ്ട്രീമിലേക്കുള്ള അഡ്മിഷൻ വേണ്ടിയിട്ടാണ്, പേപ്പർ 2 എന്ന് പറയുന്നത് ആർക്കിടെക്റ്റ് കോഴ്സിലേക്കാണ്, പേപ്പർ 3 എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് പ്ലാനിംഗ് കോഴ്സുകളിലേക്കുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏത് പേപ്പറാണോ നമുക്ക് എക്സാമിനേഷൻ എഴുതേണ്ടത് അത് നാം സെലക്ട് ചെയ്യുക. അതിനോടൊപ്പം എക്സാം എഴുതേണ്ട ലാംഗ്വേജ് ഏതാണെന്ന് സെലക്ട് ചെയ്യുക, എക്സാമിനേഷൻ സെൻറ്റർ എവിടെ വേണമെന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഫേസ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് ഫേസ് ജസ്റ്റ് രജിസ്ട്രേഷനും ഈ 3 കാര്യങ്ങളും മാത്രം ചെയ്താൽ മതിയാവും. ഫസ്റ്റ് ഫേസിൽ ഫസ്റ്റും സെക്കൻഡും അപ്ലൈ ചെയ്തവർ ഒന്നും ചെയ്യേണ്ടതില്ല. ഇനി ഫസ്റ്റ് ഫേസ് ആപ്ലിക്കേഷൻ സബ്മിറ്റേ ചെയ്തിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഈ സെക്കൻഡ് ഫേസിന് പുതിയതായി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതിന് JEE മെയിൻസിൻ്റെ വെബ്സൈറ്റായ jemains.nda.nic.in എന്ന വെബ്സൈറ്റിൽ എൻ്റർ ആയതിനു ശേഷം ന്യൂ രജിസ്ട്രേഷൻ, കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ മുതൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി ഈ ഫെബ്രുവരി 25 മുമ്പായി ചെയ്തു തീർക്കുക. ഇങ്ങനെ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ എക്സാമിനേഷൻ സെക്കൻഡ് ഫേസ് എക്സാമിനേഷൻ നടക്കുന്നത് ഏപ്രിൽ 1 മുതൽ 8 വരെയുള്ള വിവിധ ഡേറ്റുകളിലായിട്ടുള്ള ഓൺലൈൻ എക്സാമിനേഷനാണ്. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഓൺലൈൻ എക്സാമിനേഷൻ്റെ ഡേറ്റിൽ കൃത്യമായി അതിന് എക്സാമിനേഷന് 3 ദിവസം മുൻപ് മാത്രമാണ് നമുക്ക് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുക. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന ഹോൾ ടിക്കറ്റുമായി ഈ 1-ാം തീയതി മുതൽ 8-ാം തീയതി വരെയുള്ള ഓൺലൈൻ എക്സാമിനേഷൻ വിവിധ സെൻറ്ററുകളിലായി, കേരളത്തിലെ തന്നെ വിവിധ എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് ഓൺലൈൻ എക്സാമിനേഷൻ സെൻറ്ററുകൾ വരിക. അങ്ങനെയുള്ള എക്സാമിനേഷൻ സെൻറ്ററിൽ പോയി നമുക്ക് എക്സാമിനേഷൻ എഴുതി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കാനുള്ള JEE അഡ്വാൻസ് എക്സാമിനേഷന് എലിജിബിലിറ്റി ലഭിക്കുന്നതും ഈ JEE മെയിൻസിൻ്റെ റിസൾട്ട് വഴിയാണ്. JEE മെയിൻസിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ടോപ്പിൽ വരുന്ന 2.5 ലക്ഷം കുട്ടികൾക്കാണ് JEE അഡ്വാൻസിന് എലിജിബിലിറ്റി ലഭിക്കുക. ഇനി JEE മെയിൻസ് വഴി അഡ്മിഷൻ ലഭിക്കുന്നത് NITകളിലേക്കുള്ള ഒരു അഡ്മിഷനാണ്. JEE മെയിൻസ് വഴി ഈ NITകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത് കൂടാതെയാണ് ഈ 2.5 ലക്ഷം കുട്ടികൾക്ക് JEE അഡ്വാൻസ് എഴുതാൻ എലിജിബിലിറ്റി ലഭിക്കുകയും അതിൻ്റെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് IITകളിലും IIITസിലും GIFTസിലും ഒക്കെ പഠിക്കാനുള്ള ഫെസിലിറ്റികൾ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പ്രൊഫഷണൽ ക്യാമ്പസുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള JEE മെയിൻസ് എക്സാമിനേഷൻ്റെ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ്റെ സെക്കൻഡ് ഫേസിന് ആപ്ലിക്കേഷൻ വിളിച്ചിരിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആർക്കെങ്കിലും ഇനിയും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ കൃത്യമായി ചെയ്യുക. ആൽഫ അക്കാഡമിയിലും ആൽഫയുടെ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ എന്തെങ്കിലും
തടസ്സം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായ സമയത്തിനുള്ളിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്തു തീർക്കുക. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫയുടെ ക്യാമ്പസിലും ജീനീസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൻ്റെ ക്യാമ്പസിലും സിസ്റ്റം IT എക്സ്പേർട്സുകൾ നിങ്ങളോടൊപ്പം കൂടെയുണ്ട്. നിങ്ങൾക്ക് അവരുടെ സപ്പോർട്ടോടുകൂടി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇതിന് വേണ്ടത്, എത്ര രൂപയാണ് ഫീസ് വേണ്ടത്, ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനുള്ള വീഡിയോ നമ്മൾ നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലാക്കിക്കൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇനി നമ്മെ കേൾക്കുന്ന കേരളത്തിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ഈ കൃത്യമായ ഡേറ്റ് മനസ്സിലാക്കിക്കൊണ്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുക. നല്ല വിജയം നേടി ഏറ്റവും മികച്ച പ്രൊഫഷണൽ ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കുക. ഇതിനൊക്കെ നാം പഠിക്കേണ്ടത് 11ലെയും 12ലെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റുകൾ മാത്രമാണ്. അത് നന്നായി പഠിക്കുന്നതിലൂടെയാണ് നമുക്ക് ഈ പരീക്ഷകൾ ഏറ്റവും വിജയമായി കംപ്ലീറ്റ് ചെയ്യാനും മികച്ച ക്യാമ്പസുകളിലേക്ക് അഡ്മിഷൻ നേടാനും സാധിക്കുക. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായി പഠിച്ചു തീർക്കുക. തിയറി കോൺസെപ്റ്റ് പഠിക്കുക, ഓബ്ജക്റ്റീവായിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക, എക്സാമിനേഷൻ എഴുതി നമ്മുടെ ടൈം മാനേജ് ചെയ്യാനും നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനുമുള്ള നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ കാലിബർ ചെക്ക് ചെയ്തുകൊണ്ട് മിസ്റ്റേക്കുകളെ കറക്റ്റ് ചെയ്തുകൊണ്ട് നല്ല വിജയത്തിലെത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഇനി എൻട്രൻസ് എക്സാമിനേഷൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായി ആൽഫയുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ കൃത്യമായി പേരൻസിനും വിദ്യാർത്ഥികൾക്കും കൃത്യമായി ലഭിച്ചുകൊണ്ടേയിരിക്കും. എൻട്രൻസിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും ഓൺലൈൻ അഡ്മിഷൻ ടൈമിലും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ഓൾ ദ ബെസ്റ്റ്.